പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ റീച്ചിനു വേണ്ടി പലരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അതിരുവിടുന്നില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ചൊരു വീഡിയോ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ വളരെ വേദനാജനകമാണ്. ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഒക്കെയും എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്തെങ്കിലും ബ്ലോഗർമാർ, ഇൻഫ്ലുവൻസർമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നവർ, ചെയ്യുന്നവർ എല്ലാവരെയും കുറിച്ചല്ല ഈ പറയുന്നത്. റീച്ചിന് വേണ്ടി കൈവിട്ട കളി കളിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. അവരെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അവരൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്, ഈ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ളത്. ശരിയാണ്, ഇപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വായിച്ചു, റീച്ചിന് പണം കൊടുക്കുന്നത് നിർത്തി നോക്കട്ടെ, അപ്പം നിൽക്കും ഇതെല്ലാം. അതായത് പണത്തിന് പുറകെയുള്ള ഓട്ടമാണ് ഈ നടക്കുന്നത് എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞു വെക്കുന്നത്. ഈ പണം ഉണ്ടാക്കുക എന്നുള്ളതൊരു മോശം കാര്യമല്ല ഒന്നാമതായിട്ട്. പക്ഷേ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ആളെ ദ്രോഹിക്കുക എന്നുള്ളത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും മുമ്പത്തെ പോലെ അല്ല ഇപ്പോൾ. മുമ്പിപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിവുകളുള്ള ഒരാളൊക്കെ ആണെങ്കിൽ അത് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നന്നായിട്ട് കഥയും കവിതയും ഒക്കെ എഴുതുന്ന ഒരാളാണെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച് കിട്ടാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. വളരെ എളുപ്പത്തിൽ സോഷ്യൽ മീഡിയ വാളുകളിലൂടെയൊക്കെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ ലഭിക്കുകയും ചെയ്യും, മറ്റുയരങ്ങളിലേക്ക് അയാൾക്ക് പോകാനും പറ്റും. അങ്ങനെയുള്ള പല സുഹൃത്തുക്കളെയും നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുക എന്നുള്ളതൊരു മോശം കാര്യമല്ല. അത്തരത്തിലുള്ള ചിത്രീകരണവും ശരിയല്ല. മറിച്ച് ഇത് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്കും കിട്ടണം പണം എന്ന രൂപത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെയാണ് പ്രശ്നം. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ മാനദണ്ഡം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തിടത്തോളം കാലം അത് ഓക്കെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലാണെങ്കിൽ, ഉപദ്രവകരമായിട്ടാണെങ്കിൽ അത് പ്രശ്നമാണ്. അത് പൊതുശല്യമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്തുനിന്നുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നു. സോഷ്യൽ മീഡിയ ജഡ്ജിമാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവർ ഇതെടുത്തിട്ട് അലക്കി അതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അതുവഴി അവരും റീച്ച് ഉണ്ടാക്കി, അവരും പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാവരെയും കുറിച്ചല്ല. നല്ല രൂപത്തിൽ ഇരുവശങ്ങളും പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളോട് ഓരോ വിഷയങ്ങളിൽ വിശകലനം ചെയ്യുന്ന കുറേ നല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അല്ലാത്ത കുറേ ആളുകൾ എന്തെങ്കിലും വായി തോന്നുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവരുടെ ഭാഷയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളെ വെച്ച് പറഞ്ഞ് അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ വ്ളോഗർ എന്ന പേരിലാകുമ്പോഴാണ് പ്രശ്നം. നമ്മൾ എപ്പോഴാണ് ഒരു ഇൻഫ്ലുവൻസർ ആവുന്നത്? നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ള ആളെ സ്വാധീനിക്കുമ്പോഴാണ്. ആ രൂപത്തിൽ നിൽക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ റാഫ് ടോക്സ് എന്ന ചാനൽ നടത്തുന്ന ആളാണ് ഞാൻ. കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല. ഞാൻ കളിയെക്കുറിച്ച് അങ്ങ് പറയുന്നു, അതിൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു റോളും ഇല്ല. റാഫ് ടോക്സിൻ്റെ ഫോളോവേഴ്സ് ആരും എൻ്റെ ഫോളോവേഴ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഫുട്ബോളിൻ്റെ ഫോളോവേഴ്സോ ക്രിക്കറ്റിൻ്റെ ഫോളോവേഴ്സോ ആണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങളെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും പങ്കുവെക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. കളിയല്ലേ, അതൊരു എൻ്റർടൈൻമെൻറ്റ് സംഭവമാണ്. അങ്ങനെ പോയി നിരുപദ്രവകരമായിട്ടുള്ള കാര്യം അത് പറഞ്ഞ് നമ്മളങ്ങനെ പോകുന്നതേ ഉള്ളൂ. അതല്ല സമൂഹത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. നോക്കുക, ഇപ്പോൾ ഞാൻ തന്നെ എത്ര വട്ടം, ഞാൻ നേരത്തെ തന്നെ ഈ റാഫ്റ്ററിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾ, അതും കണ്ടിട്ട് വണ്ടി പിടിച്ച് 19 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് ഫാമിലിയും കൂട്ടി ഫുഡ് കഴിക്കാൻ പോയിട്ട് ആകെ നമ്മുടെ പ്രതീക്ഷ എന്തോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അനുഭവം വെച്ച് വളരെ നിരാശനായിട്ട് മടങ്ങി വന്നു. അത് ഒരു തവണയല്ല, 2-3 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ഒരു തവണ പറ്റിയിട്ട് പിന്നെയും പോയ ഒരേ മാളത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കൊത്ത് കിട്ടുന്നത് നിങ്ങളുടെ പോരായ്മയല്ലേ? ശരിയാണ്, വിശ്വസിച്ച് പോവുകയാണെന്നേ ഇവരുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ.
നമ്മളങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. ഈ ഫുഡ് പുതിയതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും വലിയ താല്പര്യമാണല്ലോ. അതുപോലെ തന്നെയാണ് ഞാനും. അങ്ങനെ പോയി പെട്ടതാണ്. ഇപ്പോൾ ഫുഡ് ബ്ലോഗ് കണ്ടാൽ 2 തവണ ഒന്ന് ആലോചിക്കും. ആ പച്ചയ്ക്ക് തന്നെ പറയുകയാണ്, ദയവേത് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന തരത്തിൽ എല്ലാവരും അങ്ങനെയല്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള നല്ല ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്, പണി കിട്ടാത്ത തരത്തിലുള്ളവർ. അത് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ഇങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടാത്ത നമ്മൾ ആരാളുള്ളത് അല്ലേ? നമ്മളൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ വ്ളോഗർമാർ ചിലർ ഇതാ ഇവിടെ നല്ല സ്റ്റേ കിട്ടും അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് മൈസൂരിലേക്ക് വണ്ടി പിടിച്ച് ഫാമിലിയും കൊണ്ട് പോയിട്ട് ഞാൻ പെട്ട കാര്യം വേറെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ഇതേ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾക്ക് സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അതാണല്ലോ നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. നമ്മളെപ്പോലെയുള്ള ആളുകളല്ല നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ഇതിനൊരു അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബേഴ്സിനെതിരെയോ അല്ലെങ്കിൽ ഈ വ്ളോഗർമാർക്കെതിരെയോ ഒക്കെ പത്രത്തിലും മറ്റുമൊക്കെ വാർത്ത വരുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ? പത്രങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നാൽ ഫുൾ തെറിയാണ്. ആളുകൾ ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നവർ, വ്ളോഗേഴ്സ് എന്ന് പറയുന്നവരോട് ഈ എന്തോ തരത്തിൽ പ്രതികരിക്കുന്ന പലതരം കമൻറ്റുകൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ? അത് ഈ മേഖലയിൽ നിൽക്കുന്നവർ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതും കൂടിയാണ്. പലപ്പോഴും ഈ മേഖലയിൽ നിൽക്കുന്ന ഞാനടക്കമുള്ളവരുടെ പ്രവൃത്തികളും മറ്റുമൊക്കെ ആയിരിക്കണം ആളുകളെ കൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാക്കാൻ കാരണമാകുന്നത്. ഏതായാലും ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒക്കെ നിരവധി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. എല്ലാവരും ഈ രൂപത്തിൽ നല്ല എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന മഹാഭൂരിഭാഗം ആളുകളുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കുറേ എങ്ങനെയെങ്കിലും റീച്ചിന് പോയാൽ മതി, റീച്ച് കിട്ടിയാൽ മതി, കയറി പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ കയറി പോകുന്നവർ അല്ലെങ്കിൽ അങ്ങനെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് നിരാശജനകമാണ്, ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് നമ്മുടെ ഇൻഫ്ലുവൻസിങ്ങോ വ്ളോഗിങ്ങോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത് പൊതു ശല്യമായിട്ട് തീരും. ആളുകൾ അതിനോട് പ്രതികരിക്കും. പിന്നെ ഈ സോഷ്യൽ മീഡിയ അല്ല എല്ലാ കാര്യത്തിലും വിധി എഴുതേണ്ടത് എന്ന കാര്യം കൂടി നമ്മളൊന്ന് ഓർമ്മിച്ചാൽ മതി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ട് അതിന് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള വഴികളുണ്ടാവും. അതുവഴി നീങ്ങുന്നതിന് പകരം എല്ലാം സോഷ്യൽ മീഡിയ വഴി പരിഹരിക്കണം അല്ലെങ്കിൽ അതിൽ വിധി പറയണം എന്ന് കരുതുകയാണെങ്കിൽ പിന്നെ അതിലൊരു കാര്യവുമില്ലാതെയായി പോവും, അർത്ഥമില്ലാതെയായി ഈ കാര്യങ്ങൾ മാറിപ്പോകും. അതാണ് ഇന്നത്തെ വാർത്തകളും ഇങ്ങനെ കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചതുകൊണ്ട് ഇത്തരത്തിലൊന്ന് റിയാക്ട് ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് പറഞ്ഞതുകൊണ്ട് നീ ഒരു വലിയ ബ്ലോഗർ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബർ എന്ന് പറഞ്ഞു വരേണ്ടതില്ല. നമ്മൾ ഒരു തരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. ആകെ ആർക്കും ഉപദ്രവമില്ലാത്ത ക്രിക്കറ്റ് ഫുട്ബോളോ ഒക്കെ പറഞ്ഞൊരു വഴിക്ക് അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, ഇത് പണമുണ്ടാക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, വീഡിയോ എടുക്കുക എന്നൊന്നും പറയുന്നത് തെറ്റല്ല. പക്ഷേ അത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, മറ്റൊരാളുടെ സ്പേസിൽ കയറുന്ന തരത്തിൽ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ അത് പ്രശ്നമായിട്ട് തീരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴാണത് പൊതുശല്യമായിട്ട് തീരുക. എന്തായാലും അങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ശ്രദ്ധിക്കുക, ഇൻഫ്ലുവൻസേഴ്സായിട്ട് മാറുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഉപദേശങ്ങൾ പറയാൻ നമ്മൾ ആരുമല്ല. ഇത് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ കണ്ടപ്പോൾ ഉള്ള മനോവേദന കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.